ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് പുറപ്പെടുകയാണ്. ഒരു 7:30 ഞങ്ങൾ പുറപ്പെട്ടത്. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ ഒരു പഞ്ചാബി ധാബയിൽ ഞങ്ങൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 9:30 കൂടിയാണ് ഞങ്ങൾ എവിടെ എത്തിയത്, ഞങ്ങളുടെ ഹോട്ടലിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തിയത്. ഹോട്ടൽ സൂര്യയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്, അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. എനിക്കിതിൻ്റെ റിസപ്ഷനിൽ ഇൻറ്റീരിയർ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഫുള്ള് വുഡൻ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെന്താ പറയുക, നമുക്ക് റീഡിങ്ങിനായിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു പില്ലറിൽ മിറർ വർക്കും കാര്യങ്ങളും ചെയ്തേക്കുന്നത് ഫുള്ള് വുഡനാണ്. കാണാനും അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം കിട്ടി. റൂം 2006 ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാവർക്കും ഓരോരോ ഫ്ലോറിലാണ് കിട്ടിയത്, എല്ലാവർക്കും അടുത്ത ആർക്കും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 2nd ഫ്ലോറായിരുന്നു. അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കയറി റൂം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റൂമാണ്. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വെർട്ടിക്കൽ മിറർ തന്നെയാണ്. കാരണം നമുക്ക് ഒരുങ്ങാനും എല്ലാത്തിനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു മിറർ വേണം. അങ്ങനെ ഒരു മിറർ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം. പിന്നെ എല്ലാ ഹോട്ടലിലുള്ള പോലെ തന്നെ നമുക്ക് ടീ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കെറ്റിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ ബാത്റൂമും നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാൽക്കണി വ്യൂ ആണ്. നമുക്ക് അങ്ങനെയുള്ള മലകളും കാര്യങ്ങളൊക്കെ കാണാം. നല്ലൊരു വ്യൂ ആയിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ബിൽഡിങ്സുകൾ വേറെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഓരോരോ ഹോട്ടലാണ്. ഇവിടെ കൂടുതലും ഹോട്ടൽസാണ് അടുത്തടുത്തുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ എനിക്കെൻ്റെ സിബിങ് കോഫി ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ കോഫി കുടിച്ചു. പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, അതേപോലെ തന്നെ ബ്രെഡ് സാൻഡ്വിച്ച്, അതേപോലെ മറ്റേ സംഭവങ്ങൾ എന്താണ് സാമ്പാർ, ഇഡലി, പറാത്ത, ബോയിൽഡ് എഗ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കോംപ്ലക്സ് വേണമെങ്കിൽ അതും ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിൻ്റെ ടോപ്പിലേക്ക് പോയി. ഹോട്ടലൊന്നും കാണണമല്ലോ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയപ്പോൾ അവിടെ റൂഫൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്, വുഡൻ കൊണ്ടാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ റൂഫ് എന്ന് പറയുന്നത് ഫുള്ള് ഗ്ലാസ് ആണ്. അടിപൊളിയായിരുന്നു. പിന്നെന്താ ഡ്രീം ക്യാച്ചറൊക്കെ തൂക്കിയിട്ടിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ശരിക്കും പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയൊരു സ്പേസ്, എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരിക്കാൻ പറ്റിയൊരു സ്പേസ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ, സീ യു.